Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. അദൃശ്യരായ മനുഷ്യരെ തേടി സർക്കാർ എത്തിയതാണ് അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ കേരള മാതൃക. 4.5 വർഷത്തെ സൂക്ഷ്മവും സ്ഥൂലവുമായ ആസൂത്രണം. ഒരു മനുഷ്യനും വിശപ്പിന് മുന്നിൽ നിസ്സഹായനായി കീഴടങ്ങരുത് എന്ന നിശ്ചയദാർഢ്യം ഫലം കണ്ടു എന്ന് സർക്കാർ. ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യമുക്തമായ നാടെന്നാണ് ഇടതുപക്ഷ പ്രചരണം. എല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുതന്ത്രമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രഖ്യാപനം തട്ടിപ്പെന്ന പ്രതിപക്ഷ വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്നാണ് ചോദ്യം. അതിഥികളായി CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, AK അനുരാജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും വലതു നിരീക്ഷകനും നമുക്കൊപ്പം ചർച്ച ചെയ്യും. ആദ്യം ഡോക്ടർ മേരി ജോർജിലേക്ക്. ഡോക്ടർ മേരി ജോർജ്, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു വമ്പൻ കളവിന് നിങ്ങൾ വിദഗ്ധർ കൂട്ടുനിൽക്കുന്നുവെന്നാണ്. ഡോക്ടർ മേരി ജോർജിന് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ? അതിദാരിദ്ര്യമുക്തമായി കേരളമെന്ന പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിശ്വാസമായോ? വിശദീകരണത്തിന് ശേഷം. മിസ്റ്റർ അരുൺകുമാർ, എനിക്ക് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിലൊരു പരിധി വരെ സത്യങ്ങളുണ്ട്. പക്ഷേ ആ സത്യങ്ങൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളതിന് ഉത്തമമായ തെളിവ് ആദിവാസി ഗോത്ര മഹാസഭ ജാനു എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷരതയില്ല എന്നുള്ളത് മാത്രവുമല്ല, ഇപ്പോൾ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ 5 വർഷമായിട്ട് ഹോസ്റ്റൽ ഫീ കൊടുക്കുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ആദിവാസികൾക്ക് ലഭ്യമാകുന്ന ഒന്നും കൊടുക്കുന്നില്ല. അത് കാരണം കുട്ടികളൊക്കെ പഠനം നിർത്തി വീട്ടിലിരിക്കുന്നു. ഈ അതിദരിദ്രർ എന്ന് പറയുന്നവർ ആഹാരം മാത്രം കിട്ടിയാൽ പോരല്ലോ, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുക എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാണ്. അതിന് സാക്ഷരത മാത്രമല്ല, വിദ്യാഭ്യാസം അനിവാര്യമാണ്. അപ്പോൾ അത് നടക്കുന്നില്ല എന്ന് CK ജാനുവാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ CK ജാനു പറഞ്ഞതിനും അപ്പുറത്തേക്ക് അത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പുകളെ കുറിച്ചല്ലേ പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പ് മറ്റൊരു വിഷയമാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിദാരിദ്ര്യത്തെ കുറിച്ചാണ്. അതെ, ഈ അതിദാരിദ്ര്യത്തെ കുറിച്ച് തന്നെ മിസ്റ്റർ ഗീതാനന്ദൻ, അദ്ദേഹവും ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ തലപ്പത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ ആദിവാസികളെ പറ്റിയും വളരെ കൃത്യമായിട്ട് അറിവുള്ള ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ആദിവാസി ഊരുകളിലൊന്നും ഇങ്ങനെ ഒരു 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 സർവേയുമായി ആരും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആദിവാസികളിൽ ആരാണ് കൂടുതൽ അതിദരിദ്രർ? അത് അടിയാർ, പണിയർ, അതുപോലെ കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ പാലോട്, വെള്ളറട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം അതിദരിദ്രരായിട്ട്, അതായത് മിസ്റ്റർ അരുൺകുമാർ, ഞാൻ നേരിട്ട് സർവേ നടത്തി ഈ പറയപ്പെട്ട വയനാട് ജില്ലയിലാകട്ടെ തിരുവനന്തപുരം ജില്ലയിലായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് സർവേ നടത്തിയിട്ടുണ്ട്. അതിദരിദ്രരുണ്ടോ എന്ന് കാണാനല്ല, ഞാൻ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു സർവേക്കാണ് പോയത്. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ആദിവാസി സഹോദരങ്ങളുടെ ജീവിതം. അങ്ങനെയുള്ള 6400 പേര് പട്ടികയിലുണ്ട്. പ്രത്യേകിച്ച് ആ 6400 പേരെയും കഴിഞ്ഞ കുറച്ച് നാളുകളായി മോചിപ്പിക്കാൻ സാധിച്ചുവെന്നാണ് സർക്കാർ വാദം. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? CK ജാനു പറഞ്ഞിരിക്കുന്നത് അത് 5% ഓഫ് ട്രൈബൽസ്, അതിദാരിദ്ര്യത്തിലുള്ള ട്രൈബൽസിൻ്റെ 5% മാത്രമാണ് ഈ 6000-ൽ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഡോക്ടർ മേരി ജോർജ് നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാവുന്നത്. ഞാൻ ഇടയ്ക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇടപെടുന്നത്. കാരണം ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ 1 ലക്ഷത്തിലധികം വരുന്ന ആദിവാസി കുടുംബങ്ങളിലെ 6400 പേര് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഡോക്ടർ മേരി ജോർജും ഒരു അപാകതയെ കാണുന്നത്. 6 ലക്ഷത്തോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾ,
ആ 6 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളല്ല, 6 ലക്ഷത്തോളം വരുന്ന ആദിവാസികൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ ആദിവാസികളിൽ ഏറ്റവും കൂടുതൽ 42% ഉള്ളത് വയനാട് ജില്ലയിലാണ്. ആ വയനാട് ജില്ലയിൽ നിന്ന് തന്നെ വരുന്ന ഒരു മണികണ്ഠൻ, വളരെ പ്രഗത്ഭനായ ഒരു സംവാദകനാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു, ആ വയനാട്ടിലെ ഒരു സ്ഥലങ്ങളിലേക്ക്, ഒരു ഊരുകളിലും ഉന്നതി എന്ന് പേരിട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഉന്നതികളൊക്കെ വെറും ഊരുകളായി, ദരിദ്ര ഊരുകളായി കഴിയുകയാണ്. അവിടെ എവിടെയും ചെന്നിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ എന്തിനു അവിശ്വസിക്കണം? എന്തിന് ജാനുവിനെയും ഗീതാനന്ദനെയും ഡോക്ടർ മേരി ജോർജ്, എന്നൊരു സംശയം ഇതാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ട് 36 മണിക്കൂറായി. പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നത് അറിഞ്ഞിട്ട് 48 മണിക്കൂറായി. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളും നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതിദാരിദ്ര്യത്തിൽ ഒരു സ്കീമിന്റെയും ഗുണഭോക്താക്കളല്ലാതെ, ഒരു തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനവുമില്ലാതെ, പരാശ്രയമില്ലാതെ കഴിയാൻ കഴിയാത്ത ആളുകളെ, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടുള്ളവരെ ഇതുവരെയും നമുക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ മേരി ജോർജ്, ഇവരൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇപ്പം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളെ അവർ സമീപിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പോയി അത് കവർ ചെയ്യും. അപ്പോൾ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ വിമർശനത്തിനൊരു പരിമിതിയായി മാറുന്നുണ്ടോ? അതാ. അപ്പോൾ മിസ്റ്റർ അരുൺകുമാർ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവരാരെങ്കിലും, അതായത് അസംബ്ലിയിൽ ഇരിക്കുന്ന 140 MLA-മാരുമായിട്ട് പോലും സംവദിച്ചിട്ടില്ല ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നോ, അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിൽ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ വേണം, നിങ്ങളുടെയൊക്കെ സംഭാവന വേണം എന്ന് നമ്മുടെ അസംബ്ലിയിൽ ആരും ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും അസംബ്ലിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല ഡോക്ടർ മേരി ജോർജ്, ഇത് 2021 മെയ് 18 പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതെല്ലാവരും അറിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2023 തന്നെ 57% ദരിദ്രമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതാണ്. എറണാകുളം ജില്ല സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതാണ്. എറണാകുളം ജില്ലയുടെ ഡിവിഷൻ കോൺഗ്രസിലെ അംഗമാണ് ഭരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഓരോ നാളുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ UDF-ന്റെ പഞ്ചായത്തുകളിലടക്കം നടക്കുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ് മാം. അതെ, അത് തന്നെ എനിക്ക് മിസ്റ്റർ അരുൺകുമാറിൻ്റെ ആത്മാർത്ഥതയിൽ നല്ല വിശ്വാസവും സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആദിവാസി ഊരുകളിലേക്ക് കടന്നു ചെന്ന് ഈ പറയപ്പെട്ട, ഞാൻ പറഞ്ഞ ഗോത്ര മഹാസഭയെ തന്നെ ഇതിലൊന്ന് ഇൻവോൾവ് ചെയ്യിക്കാതിരുന്നത്? നമുക്കറിയാം ഈ നായ്ക്കറും അവിടെയൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു സർവേയറും തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മിടുക്കരായവരുണ്ട്. IAS കിട്ടിയവർ വരെ ഉണ്ടല്ലോ ആദിവാസികളുടെ കൂട്ടത്തിൽ. പക്ഷേ ആദിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് IAS കിട്ടിയവരുണ്ടെന്നോ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടെന്നോ പറഞ്ഞതുകൊണ്ട് മാത്രം അവരുടെ ആ വർഗം മുഴുവനും ദാരിദ്ര്യമുക്തരായി എന്ന് വരുന്നില്ല. അപ്പോൾ ആ അടിത്തട്ടിൽ കിടക്കുന്നവരെ കണ്ടെത്താനായിട്ട് ഇത്തരം ഈ സഭകളെ, അവരുടെ തന്നെ സഭകളെ കൂട്ടുചേർത്ത് ഈ സർവേസ് നടത്തിയിരുന്നെങ്കിൽ അതാത് പഞ്ചായത്തുകളിലെ അതാത് സമിതികൾ ഇത് ചർച്ച ചെയ്തിരുന്നല്ലോ. ഈ ഉന്നതികൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഗ്രാമസഭകൾ ഈ വിഷയത്തിൽ ആഴത്തിൽ പഠിച്ചിരുന്നല്ലോ. അവിടെ ചില ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടന്നിരുന്നല്ലോ. അതെല്ലാം ഈ ആദിവാസി ഗോത്രമഹാസഭയിലെ ആളുകളും ഒരുപക്ഷെ അതിലൊക്കെ പങ്കാളികളാകേണ്ടതായിരുന്നില്ലേ? ഗ്രാമസഭയിൽ പോവാതെ ഗ്രാമസഭയിൽ നടന്ന ചർച്ചയിൽ നടന്ന വിഷയം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഡോക്ടർ മേരി ജോർജ്. അല്ല, അറിഞ്ഞില്ല എന്ന് അവർ പറയണേ. അവരെ അറിയിക്കാൻ കടപ്പെട്ട പഞ്ചായത്തുകൾ അത് അറിയിച്ചിരുന്നില്ലെങ്കിൽ അത് ആദിവാസി മഹാസഭയുടെ കുഴപ്പമല്ല, പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ CAG റിപ്പോർട്ട് എടുത്ത് നോക്കണം. ഓരോ കാര്യത്തിനും വരുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഡോക്ടർ മേരി ജോർജ് മാഡത്തിലേക്ക് വരാം. ഡോക്ടർ മേരി ജോർജ് മാം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിലൊരു സാമ്പിളായിട്ടൊരു കേസ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആദിവാസി വിഭാഗങ്ങളിൽ 6400 പേർ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഗോത്രമഹാസഭ അടക്കമുള്ള സംഘടനകളുമായും അവിടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ പ്രൊമോട്ടർമാരുമായിട്ടും എന്തുകൊണ്ട് നേരിട്ട് ചർച്ച നടത്തി അവരിൽ നിന്നൊരാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം അവരുടെ വിശ്വാസത്തിൽ എടുത്തില്ല എന്നൊരു സംശയമാണ് ഡോക്ടർ മേരി ജോർജ് മാം ഉന്നയിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ മാഡത്തിലേക്ക് മടങ്ങി വരാം. അതിനുള്ള മറുപടി CPM പ്രതിനിധി നൽകട്ടെ. നമുക്കിപ്പം ശ്രീകുമാർ ഏട്ടൻ കൂടിയുണ്ട്. N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ഈ പ്രഖ്യാപനത്തെ
താങ്കൾക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ? കാരണം ഇന്നിപ്പോൾ എം പി രാജേഷ് എന്നോടും രാവിലെ വളരെ കൃത്യമായൊരു 40 മിനിറ്റ് എടുത്ത് ഇത് വിശദീകരിച്ചു, ഇതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം. വിട്ടുപോയവരുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പർ പോലും കൂട്ടിച്ചേർക്കാം. ഇതൊരു തുടർ പ്രക്രിയയാണ്, ഇന്നലെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇന്നലെ കൊണ്ട് തുടങ്ങുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കീമിലും പെട്ടുപോയിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള ആശ്രയത്വവുമില്ലാത്ത, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് ഈ പട്ടികയിൽ വന്നിരിക്കുന്നത്. അത് AY കാർഡുള്ളവരെയാണോ എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ടാക്കി. അത് നിരുത്തരവാദപരമായ നിലപാടായിരുന്നു എന്നാണ് എം പി രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷം കള്ളം പറയുകയാണോ, അതല്ല പ്രതിപക്ഷത്തിന് ഇത് ബോധ്യപ്പെടാതെ പോകുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത് ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ മന്ത്രി രാജേഷും താങ്കളും തമ്മിലുള്ള അഭിമുഖം ഞാൻ ശ്രദ്ധിച്ചു. അതിൽ തന്നെ ഒരു സുതാര്യത എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ ഈ പദ്ധതികളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു സുതാര്യമായ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മുടെ നാട്ടിൽ അതിദരിദ്രരുണ്ടോ ദാരിദ്ര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതും അത് പഠിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, നമ്മളുടെ ചുറ്റുപാടുകൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളുടെ LDF കൺവീനറുടെ നാട്ടിലെ ഒരാൾ എനിക്ക് അയച്ചു തന്നാൽ, ഞാനിപ്പോൾ ഡോക്ടർ അരുൺകുമാറിന് ഇപ്പോൾ അത് അയച്ചു തരാം. അവിടെ ഒരു അതിദരിദ്രൻ ഇപ്പോഴും ഉണ്ട്, ഒരുവിധ സഹായവും കിട്ടാതെ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അയച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, അവരെ കണ്ടെത്താം എന്ന് കരുതുന്നതുകൊണ്ടാണല്ലോ ഇപ്പം വീണ്ടും ഒരു മന്ത്രി പറഞ്ഞത് നമുക്കതിനൊരു ഒരു പ്രോഗ്രാമുണ്ട്, അതനുസരിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ട് കണ്ടെത്താമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടാത്തവരുണ്ടെന്നല്ലേ? അപ്പോൾ അവർ പറഞ്ഞെന്താ? 2021 മന്ത്രിസഭ തീരുമാനിച്ചു ശരിയാണ്. എന്നാ തീരുമാനിച്ചത് 2025 നവംബറിൽ നടപ്പാക്കണമെന്ന്. 2021 രാഷ്ട്രീയ തീരുമാനമാണത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുമ്പ് പ്രഖ്യാപിക്കണം. അപ്പോൾ ഈ 4 വർഷം ഇവർ നടത്തിക്കൊണ്ടിരുന്നത് പദ്ധതി പഠനമൊന്നുമല്ല. പദ്ധതി പഠനമാണോ എന്ന് ചോദിക്കുന്നവരോട് ഇവരെന്താ ചോദിക്കുന്നത് അറിയാവോ? നിങ്ങൾ എവിടെ ആയിരുന്നു? മന്ത്രി ചോദിക്കുക ഉറങ്ങുകയായിരുന്നോ? അങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഈ നമ്മുടെ നാട്ടിലെ വിദഗ്ധർ എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങൾക്ക് പഠിക്കുന്നവരാണ്. ആ പഠിക്കുന്നവർ ഓരോ ദിവസവും എവിടെയാണ് സർവേ എന്ന് അന്വേഷിച്ച് നടക്കുകയാണോ? അല്ല. ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ സർവേ നടക്കുമ്പോൾ ആ സർവേയുടെ വിവരം ഒന്നുകിൽ അവരെ അറിയിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിക്കണം. ഇവിടെ 64,000 പേരുടെ പേര് അവർ പറയുന്നുണ്ട്. ഈ 64,000 പേരും ഇതുവരെ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പഞ്ചായത്തുകളിലൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷേ ആ പേര് ഇതുവരെ ആർക്കും അറിയാനും വയ്യ. അത് പഞ്ചായത്തുകളിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ KP കണ്ണനെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത് ചിന്താഗതിക്കാർ അവർ കൂടെ നടന്നവരാണ്. ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇവർ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വരുമ്പോൾ, വിമർശനം ഉണ്ടാകുമ്പോൾ ആ കൂടെ നടന്നവരെ കാലെ ചവിട്ടി വീഴ്ത്തുകയല്ല വേണ്ടത്. അവരെ കൂടെ വിളിച്ചിരുത്തി അവരുടെ സംശയം തീർത്തു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ സംശയം ഉന്നയിച്ച മേരി ടീച്ചർ ഉൾപ്പെടെയുള്ള 10-20 പേരെ ഈ മന്ത്രി എന്താ വിളിച്ച സംശയം തീർക്കാത്തത്? ആ സംശയം തീർക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു യോഗം വിളിക്കാൻ ഇത്രയധികം കോടികൾ ചിലവാക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഈ 15-20 പേരെ വിളിച്ച് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ എന്താ മന്ത്രിക്ക് പറ്റാത്തത്? അതിൻ്റെ അർത്ഥം സുതാര്യമല്ല എന്നുള്ളതാണ്. ഈ സുതാര്യമല്ല എന്നുള്ളതിൻ്റെ മറ്റൊരു രാഷ്ട്രീയമായ തെളിവാണ് ഇന്നലെ അവിടെ മൈതാനത്ത് നടന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഈ പാർട്ടിയുടെ പരിപാടി ആയിട്ടാണല്ലോ അത് അവിടെ നടത്തിയത്, മുന്നണിയുടെ പരിപാടി. അസംബ്ലിയിൽ ഈ പരിപാടി നടത്തി. അസംബ്ലി നടത്തുമ്പോൾ പ്രതിപക്ഷത്തെ വിളിച്ചു. 140 MLA-മാരുണ്ട്. ഭരണപക്ഷം പറയുന്നതായിട്ട് കൈയടിച്ചു പോകാനല്ലല്ലോ പ്രതിപക്ഷം. ഭരണപക്ഷത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം അവിടെ നൽകണമായിരുന്നു, നൽകിയില്ല. എന്നിട്ട് വൈകിട്ട് പൊതുസമ്മേളനത്തിൽ 3 സൂപ്പർ സ്റ്റാറുകളുടെ പേര് മുൻകൂട്ടി പറഞ്ഞിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും. ഇവരെ കേരളീയത്തിന് ക്ഷണിച്ചിരുന്നു, ഈ 3 നടന്മാരെ. അപ്പോൾ ആ 3 നടന്മാരിൽ 2 പേർ വന്നില്ല. മമ്മൂട്ടി അറിയാമല്ലോ, അദ്ദേഹം ഒരു പാർട്ടിയോട് അനുഭവമുള്ള ഒരാളാണ്, പാർട്ടി ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുമാണ്. മറ്റ് 2 പേർക്കും വരാൻ അസൗകര്യം ഉണ്ടായി. എന്താണ് അസൗകര്യം ഉണ്ടായത്? എന്താണ്? ഇതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ആരാണ് വിശ്വാസ്യത ചോദ്യം ചെയ്തത്? കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന വിദഗ്ധർ എന്ന് പറയുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരെ നമ്മൾ വിദഗ്ധരെന്ന് വിളിക്കും. പത്രപ്രവർത്തനത്തിൽ താങ്കൾക്കുള്ള ഒരു വൈദഗ്ധ്യം ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ താങ്കളുടെ പത്രപ്രവർത്തകൻ്റെ കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ ചോദിക്കുമ്പോൾ താങ്കളെ പരിഹസിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ആ പരിഹാസം ഒരു ആയുധമാക്കിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഗവൺമെൻറ് കരുതരുത്. ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറിൽ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യം വളരെ ചർച്ചയാവേണ്ടതാണ്. കാരണം ആ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുമെന്ന് അവർക്ക് തോന്നി. കാരണം അവർ സാക്ഷികളായാൽ നാളെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പോലെ അല്ലല്ലോ വരുന്നതിനേക്കാൾ സുതാര്യത നമ്മുടെ നാട്ടിൽ മറ്റെന്ത് ചർച്ചയ്ക്കുണ്ട്? അത് നല്ല ചോദ്യമാണ്. ഇത് ഗ്രാമസഭകളും അതുപോലെ അത് ബന്ധപ്പെട്ട എല്ലാ ജനകീയ സഭകളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം UDF-ഉം LDF-ഉം BJP-യും ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ ചെയ്യും.
അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുമ്പോൾ 2001 AK ആന്റണി മുഖ്യമന്ത്രി അയക്കുമ്പോൾ ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ അരുൺകുമാറിന് അറിയാമല്ലോ. അന്ന് 6 ലക്ഷം പേരെ കണ്ടെത്തി. അങ്ങനെ ആശ്രയ പദ്ധതി പിന്നീട് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും പിണറായി വിജയന്റെ കാലത്ത് അതിന് വേറെ ഒരു മിഷൻ എന്നുള്ള പേരിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയൊക്കെ നടത്തി കുറേ പേര് അതിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്, കുറേ പേര് ഔന്നത്യം പ്രാപിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള ഒരുപാട് പേര് അത് ഇന്ന് കണ്ട ദരിദ്രൻ നാളെ അതിദരിദ്രനായി മാറുന്ന ഘട്ടമാണ്. അപ്പൊ സമ്പൂർണ്ണ സാക്ഷരത പോലെ ഇത് പ്രഖ്യാപിക്കാൻ പറ്റില്ല. സമ്പൂർണ്ണ സാക്ഷരത എല്ലാ ജനങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കണമെന്നില്ല. മറിച്ച് അതുപോലെയല്ല അതിദാരിദ്ര്യത്തെക്കുറിച്ച് പറയേണ്ടത്. അതിദാരിദ്ര്യം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് സമ്പന്നൻ നാളെ ദരിദ്രനാകുന്ന അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം മോഹൻലാലും കമൽഹാസൻ സംസ്ഥാന സെക്രട്ടറി ചോദിച്ച ചോദ്യം, എറണാകുളം ജില്ല അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചല്ലോ, അതാരാണ് പ്രഖ്യാപിച്ചത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ പല പഞ്ചായത്തുകളും അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. 2000 മുതൽ 2025 വരെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗവൺമെന്റും. ഇവർ 2014 വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഇതെല്ലാം ചെയ്തത്. എന്തിനാണ് ആശ്രയ പദ്ധതി എങ്ങനെയാ ഉണ്ടായത്, എന്തുകൊണ്ടാ? അതൊക്കെ കൃത്യമായിട്ട് പദ്ധതിയുടെ കൂടി ഗുണഭോക്താക്കളാണ് ഇപ്പോൾ ദാരിദ്ര്യമുക്തരായിട്ടിരിക്കുന്ന ആളുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിയെ കോൺഗ്രസ് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അല്ല ആ പദ്ധതി ആണോ ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ അല്ലെന്നല്ലേ ഉത്തരം. കാരണം ഇവര് കൊണ്ടുവന്ന ആ എറണാകുളം ജില്ല ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്. തീർച്ചയായിട്ടും അവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്തിന്റെ കഴിവാണത്, എന്താ സംശയത്തില്? ശ്രീകുമാർ, ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം ഇന്നലെ വരെ, അതായത് ഇന്നലെ മിനിങ്ങാന്ന് വരെ ഈ മന്ത്രിമാരും അതുപോലെ CPM നേതാക്കളൊക്കെ പറഞ്ഞെന്താ അറിയാമോ? ഇതൊരു ഗവൺമെന്റ് പരിപാടിയാണ്. ഇന്നലെ എന്ത് ചെയ്തു? വിമർശനം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? UDF പഞ്ചായത്തുകൾക്കും ഇതിൽ അഭിമാനിക്കാവുന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. എന്നിട്ട് UDF പഞ്ചായത്തുകൾക്ക് അഭിമാനിക്കാമെന്നുള്ള ആ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുളിക അത് ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിതരണം ചെയ്തു. അതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് റിപ്പോർട്ടർ ചാനലിൽ തന്നെ. അതായത് ഇവർ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നു. അതായത് ഇന്നലെ ചില ചാനലുകളിലെ നമ്മുടെ അവതാരകരെ, ചില രാഷ്ട്രീയമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ഞാൻ പറയുന്നു, അവതാരകരുടെ ചില പരിപാടികളിൽ അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ രാജേഷ് 2 ദിവസം മുമ്പ് ചോദിച്ചതാ, ഇത്രയും കാലം എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? മേരി ടീച്ചറെ പോലുള്ള ഒരു സാമ്പത്തിക കാര്യ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചറെ ഓരോ ദിവസവും എടുത്തിട്ട് ഇന്ന് ആദിവാസി കോളനിയിലത്തെ കാര്യങ്ങൾ അന്വേഷണം എടുക്കണോ? അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ. പഠന കോൺഗ്രസുകൾ നടത്തി ഭരിക്കുന്ന സർവേ നടക്കുന്നുണ്ടെന്നും 4 ലക്ഷത്തോളം ആളുകൾ ഉദ്യോഗസ്ഥന്മാരും വോളണ്ടിയർമാരും ഇങ്ങനൊരു വിശദമായ ജനകീയ പങ്കാളിത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്ത് വിദഗ്ധരാണ്? ആ ചോദ്യമാണല്ലോ മന്ത്രി ചോദിച്ചത്. അത് തന്നെയാണ് ഡോക്ടർ അരുൺ ചോദിക്കുന്നത്. 2021 മെയ് 18 ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് MV ഗോവിന്ദൻ മാഷാണ് തദ്ദേശ വകുപ്പ് മന്ത്രി. അന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കും. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച്, പങ്കാളിത്ത പഠനത്തെക്കുറിച്ച് ഒരുപാട് നല്ല മാതൃകകൾ ഇത് സമ്മാനിച്ചു. 72 പേജുള്ള ഒരു വലിയ പുസ്തകം ഇറക്കി. അത് കാണാത്തവരാണോ ഈ സാമൂഹ്യ വിദഗ്ധര്? നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ, ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ ആ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴാണ്? അതിന്റെ പരിപൂർണതയിൽ എത്തുമ്പോഴാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ രീതിശാസ്ത്രത്തോടു കൂടി ഒരു പഠനം നടക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൽ ഞാനടക്കമുള്ള എല്ലാ അക്കാദമിക് വിദഗ്ധരും അത് നോക്കണം, അത് പരിശോധിക്കണം. AC മുറിയിൽ ഇരുന്നിട്ട് പ്രഖ്യാപനത്തിന് റിപ്പോർട്ട് വരുമ്പോൾ മാത്രം എടുത്ത് പഠിക്കുന്നല്ലോ, സെക്കൻഡറി മെറ്റീരിയലല്ലോ. ഇത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലൂടെയും ഡാറ്റ കളക്ഷനിലൂടെയുമാണ് ഈ മെത്തഡോളജി ഉണ്ടായത്.
ഡോക്ടർ അരുൺ, താങ്കൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അതായത് ഒരാൾക്ക് അതായത് ഞാൻ ഒരാളുടെ പേര് ഈ 20 പേര് ഒപ്പിട്ടേ തന്നെ 3-4 പേര് എടുത്തോളൂ. ഡോക്ടർ ഉമ്മനോ, ആർ വിജയമേനോ, ഡോക്ടർ കണ്ണനോ, അല്ലെ ഡോക്ടർ മേരി ജോർജോ, അല്ലെങ്കിൽ മറ്റേ ഡോക്ടർ രാമൻകുട്ടിയോ, ആര് വേണമെങ്കിൽ എടുത്തോളൂ. ഞാൻ പറഞ്ഞാൽ അവർക്ക് ഇത് എപ്പോഴാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്? ഓരോ ദിവസം അവർക്ക് പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നോ? അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ ദയവായിട്ട്. ഇതിന്റെ ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ തുടക്കത്തിൽ എന്താണ്? ഏതാണ്ട് 2.6 ലക്ഷം പേരാണ് ഇതിൽ വന്നിരുന്നത്, ഈ അതിദാരിദ്ര്യത്തിൽപ്പെടുന്നവര്. അതെങ്ങനെ ആറ്റിക്കുറുക്കി അത് 64,000 എത്തിച്ചു. ഈ 64,000 എത്തിച്ചപ്പോൾ മറ്റുള്ളവർ എവിടെ പോയതൊരു ചോദ്യമുണ്ട്. അതുപോലെ ഇവരെ നമ്മുടെ മന്ത്രി അസംബ്ലിയിലെ ഷൊർണൂരിലത്തെ CPM MLA മമ്മൂട്ടിക്ക് കൊടുത്ത അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഞാൻ പറഞ്ഞ സഭയിലല്ല. ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാര്യം അത് വളരെ വ്യക്തമായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന കാർഡിൽ പെട്ടവരല്ല അതിദരിദ്രർ എന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർവചിച്ചിരിക്കുന്നത്. അതുപോലും കിട്ടാത്തവർ, ഇനി അതുണ്ടെങ്കിൽ പോലും പരാശ്രയമില്ലാതെ ഭക്ഷണം പാചകം ചെയ്യാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്തവരാണ്. അതും ഇതുമായി ബന്ധിപ്പിക്കേണ്ട എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും പറഞ്ഞത്. രണ്ടും രണ്ടാണ്. അല്ല, രണ്ടും രണ്ടാണെന്ന് അവർ പറഞ്ഞോട്ടെ. അവർ പറയുന്നത് വിശ്വാസമില്ലെന്ന ജനങ്ങൾക്ക്. PM ശ്രീ പദ്ധതി ഒപ്പിട്ട കാര്യത്തിൽ പോലും മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംബന്ധിച്ചിരിക്കുന്നു. അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരണം. നമ്മൾ സമയം അധികം CPM പ്രതിനിധി കൂടി അങ്ങയുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി നൽകും. AK അനുരാജ് കൂടി ചർച്ചയിലുണ്ട്. ഒറ്റ കാര്യം, ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 30 സെക്കൻഡ് വേണ്ട, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞല്ലോ, അതായത് അതിദാരിദ്ര്യർ പുറത്തുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താനായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്ന്. ആ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതേ ഈ അതിവിദഗ്ധർ എന്നിവർ പരിഹസിക്കുന്നവർ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. വിദഗ്ധർ അവരുടേതായ അവർക്ക് കിട്ടുന്ന അറിവുകളിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വിവരങ്ങളിൽ അവരവരുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ അതൊരു ജനാധിപത്യ സമൂഹമാവുന്നത്. അതുകൊണ്ട് ആ വിദഗ്ധരെ ഒന്നും പരിഹസിക്കാനില്ല. അവരിൽ പലരും നമ്മുടെ ഗുരുക്കൾ കൂടിയാണ്. അവർക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആ സംശയം വന്നപ്പോഴാണ് ഈ ചർച്ച കൂടുതൽ സംവാദാത്മകമായതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ വിദഗ്ധരുടെ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതിനുള്ള മറുപടിക്ക് ശേഷം ആ വിദഗ്ധർക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇതൊരു അക്കാദമിക് സംവാദം കൂടിയാണല്ലോ. നമുക്കിപ്പോൾ അനുരാജ് കൂടിയുണ്ട്. AK അനുരാജ്, ഞാൻ അൽകുമാറിലേക്ക് വരാം. കാര്യം ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തിട്ട് ഞാൻ അൽകുമാറിന് സമയം തരാം. അൽകുമാർ മാത്രമാണ് ഈ പാനലിൽ സർക്കാരിനെ ഈ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിരോധം തീർക്കാനുള്ളത്. അതുകൊണ്ട് അങ്ങേക്ക് പറയാനുള്ള സമയം ഞാൻ നൽകാം. അനുരാജ്, എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ താങ്കൾ കാണുന്നത്, ഒരു അക്കാദമിക് വിദഗ്ധൻ എന്ന നിലയിൽ കൂടി? AK അനുരാജ്. അതായത് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിന്ന് വന്നതിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ അക്കാദമിക ഒരു ഗവേഷണ ബുദ്ധിയെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് സത്യത്തിൽ ഞാനിതിൻ്റെ ഗുണദോഷ വശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊരു സ്റ്റേജ്ഡ് ഡ്രാമ, ഒരു കൃത്യമായ തിരക്കഥ തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് പോലെയാണ് ഈ ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളും പദ്ധതികളും അല്ലെങ്കിൽ നിലപാടുകളൊക്കെ കാണുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ ചർച്ചയിലെ വിഷയം അല്ലെങ്കിൽ പോലും ഈ PM ശ്രീയിൽ ഒപ്പിടുന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദവും വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഉന്നത ബഹുമതികൾ പ്രഖ്യാപിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതീവ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം വരുന്നു. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ കുറേ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും വരുന്നു. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വിഷയം. അപ്പോൾ അത് തെറ്റുമല്ല, കാരണം എല്ലാ സർക്കാരുകളും ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ സമീപിക്കുമ്പോൾ ഇത് പതിവ് സർക്കാരുകളുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി ഒരു PR ഏജൻസിയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ തോന്നുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ സത്യത്തിൽ ഇത്തരം നയങ്ങളും പരിപാടികളും ഒക്കെ എല്ലാ സർക്കാരുകളും നമ്മൾ എന്നും സ്വീകരിച്ചിട്ടുള്ളത്, ഭരണകക്ഷികളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ UDF-നായാലും LDF-നായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NDA-ക്കായാലും ഉണ്ട്. പക്ഷേ ആ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആധുനിക കാലത്ത് ഇത്തരം PR ഏജൻസികൾക്കൊക്കെ ഉള്ള സ്വാധീനം വളരെയധികം പ്രകടമാകുന്ന ഒരു രീതി. ഇത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായതാണ്. അതേ രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഈ വിഷയവുമായിട്ടുണ്ടാകുന്ന പ്രശ്നം, ഇന്നത്തെ ഈ വിഷയവുമായിട്ടുണ്ടാകുന്ന പ്രശ്നം, അതായത് അതീവ ദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു പോകാൻ പറ്റുന്ന ഒന്നാണ് എന്ന് തോന്നുന്നില്ല. കാരണം
ദാരിദ്ര്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം, അല്ലെങ്കിൽ വളരെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ്. കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്നത്. ഇത് പരിഹരിച്ചു കഴിഞ്ഞു, അതീവ ദാരിദ്ര്യമുക്തം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റെ നിർവചനമൊക്കെ നമ്മൾ പിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു, വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ മന്ത്രിമാർ ശ്രമിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കേരളത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതീവ ദാരിദ്ര്യം എന്നാണെങ്കിൽ പോലും അതിനെ തുടച്ചു നീക്കി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രക്രിയ നമ്മുടെ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലോ പ്രകടമായി കണ്ടു എന്ന് പറയാൻ കഴിയില്ല. ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ചില സൂചനകളൊക്കെ നൽകി. പക്ഷെ അതൊക്കെ പോലും എനിക്ക് തോന്നുന്നത് ഒരു സത്യസന്ധമായിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ, അത് ടെലിവിഷൻ ചാനലുകളാകട്ടെ പത്രങ്ങളാകട്ടെ ഒക്കെ വരികയും പൊതുസമൂഹം അത് ചർച്ച ചെയ്യുക. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ്. മറ്റ് സംഘടനകളുണ്ട്, അവ ഈ പ്രക്രിയ സുതാര്യമായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM പ്രതിനിധി. ഈ മൊത്തത്തിൽ ഉയർന്ന വിമർശനങ്ങളോട് അങ്ങേക്ക് പ്രതികരിക്കാം. ഒപ്പം ഒരു പ്രധാന ചോദ്യം, ഇതിൽ ഈ അതിദാരിദ്ര്യം എന്ന വാക്കാണോ പ്രശ്നവൽക്കരിക്കപ്പെട്ടത്? പകരം അതിനെ നിരാലംബമുക്തമായ കേരളം എന്നാക്കിയിരുന്നെങ്കിൽ പ്രതിപക്ഷം ഒരുപക്ഷെ ഇത്ര കണ്ട് വിമർശിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ സാമൂഹിക വിദഗ്ധർ ഈ അതിദാരിദ്ര്യത്തിന് നിർവചനം ചോദിക്കുമായിരുന്നു. അതിന് ആശ്രയ പദ്ധതിയുമായും അഗതി മോചന മിഷനുമായിട്ടും ഒക്കെയുള്ള ബന്ധം അവർ തിരയില്ലായിരുന്നല്ലോ. ഈ പേരിട്ടതിനകത്ത്, അഥവാ അതിദാരിദ്ര്യമുക്തം എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ടൈറ്റിലായിരുന്നു പ്രശ്നം. അനിൽകുമാർ, അല്ല, ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യവും ഗവൺമെൻറ്റും കാണുന്നത്. കോടാനുകൂടി മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് ദരിദ്രരായും അതിദരിദ്രരായും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്, നമ്മുടെ ഭാരതത്തിലൊരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതിൽ കാറൽ മാർക്സ് കൃത്യമായി ചൂണ്ടിക്കാണിച്ച പോലെ മുതലാളിത്തം ശക്തിപ്പെടുമ്പോൾ പാപ്പരീകരണമാണ് ഉണ്ടാവുക. മൂന്നാമത്, ലോകത്ത് ആഗോളവൽക്കരണം ശക്തമായി നടപ്പിലാക്കുകയും അത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചങ്ങാത്ത മുതലാളിത്തം ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ പാപ്പരീകരണം തീവ്രമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ബദൽ നിർമ്മിക്കാനുള്ള കേരളത്തിൻ്റെ പരിശ്രമമാണ് 2016 പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് 2017 പ്ലാനിംഗ് ബോർഡ് അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട MP രാജേഷ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആരംഭിച്ചതല്ല, ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഈ പൊളിറ്റിക്സിനുള്ള കരുത്ത് ഇവിടുന്നുണ്ടായി. നമ്മുടെ കേരളം അതിദാരിദ്ര്യ വിമുക്തമാകുക എന്നൊരാശയം ഉണ്ടാകണം. എന്ത് വേണം? ദാരിദ്ര്യ വിമുക്തമാക്കാൻ വേണ്ടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 57 EMS സർക്കാരാണ്. ഇവിടെ നടന്ന പോരാട്ടങ്ങളാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞു. കയ്യൂരും കരിവെള്ളൂരും പുന്നപ്ര വയലാറും ഇവിടെ ജോലിക്കായി നടന്ന സമരങ്ങളും ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടവും AKGയുടെ പോരാട്ടവും കുടികിടപ്പ് സമരവും മിച്ചഭൂമി സമരവും എല്ലാം കൂടിച്ചേർന്ന ഒരു പരിസരമുണ്ട്. ഇതിൻ്റെ ഫലമായി കൂലി കിട്ടിയ മനുഷ്യർ, വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യർ, ഭൂമി കിട്ടിയ മനുഷ്യർ, അവരാണ് ഉയർന്നു പോയത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്തരം കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിദാരിദ്ര്യം അവിടെ നിൽക്കട്ടെ, അതിസമ്പന്നരും അതിദരിദ്രരും തമ്മിലുള്ള അകലം കുറയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 30% എന്ന് പറയുന്നത് അല്പം ഉയർന്ന സാമ്പത്തികമാണ്. ഒരു 30% എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും താഴെയുള്ള സാമ്പത്തിക നിലയിൽ നിൽക്കുന്നവരാണ്. ഇതിനിടത്തരക്കാരൊരു വിഭാഗത്തിലുണ്ട്. എന്നാൽ ഇതിലൊന്നും പറയാത്ത പുറമ്പോക്കിലുള്ളവരായ കുറേ മനുഷ്യരുണ്ട്. റേഷൻ കാർഡ് ഇല്ലാത്തവർ, ഒരു പദ്ധതിയിലും സഹായം കിട്ടാത്തവർ, അവരെ ഞങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. അത്രയൊരു കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത്തരം ഒരു കുറ്റം എന്താ ഞങ്ങൾ ചെയ്തത്? കേരളത്തിനകത്ത് LDFൻ്റെ കാഴ്ചപ്പാട് ഇനിയും കൂലി വർദ്ധിപ്പിക്കണമെന്നാണ്. ഒരു 3 കൊല്ലം 4 കൊല്ലം കൂടെ LDFന് അവസരം തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളം ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഇവിടെ ചില ആളുകൾ പറഞ്ഞ പോലെ 5,15 ലക്ഷം പേര് IAYയിലില്ലേ? അവർ അതിദാരിദ്ര്യത്തിൻ്റെ കണക്കിൽ 5,15 ലക്ഷം 5,41,000 പേരില്ലേ? അവരെ കൂടി ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു തുടർഭരണം കൂടെ വേണം. ഇപ്പം തൽക്കാലം ഞങ്ങളെ കൊണ്ട് പറ്റിയത് എന്താണ്? ഇതൊന്നും രഹസ്യമായിട്ട് ചെയ്തതല്ല കേട്ടോ. ബഹുമാനപ്പെട്ട വിദഗ്ധന്മാരോട് പറയുകയാണ്. എന്തായാലും മിനിങ്ങാന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത് AI ടെക്നോളജി ഉപയോഗിച്ച സർവേ ആണെന്നാണ്. ഇന്നെന്തായാലും അങ്ങനൊരു സർവേ ആണെന്ന് പറഞ്ഞില്ല. ഞാനിവിടെ നിങ്ങൾ ആരും പറയാത്തൊരു പോയിന്റ് പറയാം. ഈ സർവേ ആദ്യം കേരളമാകെ നടത്തുകയല്ല ചെയ്തത്. ഈ സർവേ നടത്തിയ പൈലറ്റ് പ്രൊജക്റ്റുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് തിരുനെല്ലി. ഈ CK ജാനുവും അതുപോലെ ഗീതാനന്ദനും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്.
ആ വയനാട് ജില്ലയാണ്. ആ വയനാട് ജില്ലയിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് നാളെ പോകാൻ ഡോക്ടർ മേരി ജോർജിനോട്. അവിടുത്തെ ഉന്നതികളിൽ നിന്ന് റിപ്പോർട്ടർമാർ, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാർ മിനിഞ്ഞാന്ന് വൈകുന്നേരം സംപ്രേഷണം ചെയ്ത വാർത്ത ഞാൻ കേൾപ്പിക്കാം. ഇതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായ മാറ്റം ഇനിയും വല്ലതും മാറ്റം ഉണ്ടാകാനുണ്ടോ? ഡോക്യുമെൻറ്റുകളുടെ കുറവാണോ ഉള്ളത്? ഇന്നലെ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പ്രകാശനം ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ അവസാനത്തെ റിപ്പോർട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന തുടർപ്രവർത്തനങ്ങളുടെ രേഖയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് വെളിപ്പെടുത്തിയ ഏതെങ്കിലും രേഖ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പെങ്കിലും വായിച്ചോ? നിങ്ങൾ വായിച്ചിരുന്ന ഈ ഇത്രയും കാര്യങ്ങളിലൂടെ പറയുമോ? ഒന്നാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് കില തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠ്യപദ്ധതി ഇല്ലേ? അതിൻ്റെ ഭാഗമായി അവർ തയ്യാറാക്കി വെച്ചിട്ട് കിലയിൽ പരിശീലനം നടത്തിയില്ലേ? കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വ്യക്തമായിട്ട് വരുന്ന ശ്രീ രാജു പി നായർ അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ പോയി പങ്കെടുത്തില്ലേ? അവരുടെ അഭിപ്രായം കേട്ടില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടായത്? പൈലറ്റ് പ്രോജക്റ്റിൽ നിന്നല്ലേ കേരളം മുഴുവൻ ഇത് നടത്താനുള്ള സർവേക്ക് ആളെ തേടിയത്? ആ സർവേ നടത്തുകയും 4 ലക്ഷം ആളുകൾ പങ്കെടുത്ത സർവേയിൽ അരിച്ചരിച്ചരിച്ചാണ് താഴേക്ക് വന്നത്. ഞാൻ ഒരു പത്രത്തിൻ്റെ വാർത്ത, അതായത് ഇവരുടെ എല്ലാം പ്രസ്താവന അച്ചടിച്ച് വന്ന പത്രത്തിൻ്റെ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ: ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര കുടുംബങ്ങൾ 1,18,326, സബ് കമ്മിറ്റി അംഗീകരിച്ചവ 87,158, എന്യൂമറേഷൻ നടത്തിയവ 87,158, അതിനുശേഷം സൂപ്പർ ചെക്ക് നടത്തിയപ്പോൾ 17,265, അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരുടെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവ 73,747, അവസാനം ഗ്രാമസഭ അംഗീകരിച്ച അന്തിമ പട്ടിക 64,006. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ അംഗീകരിക്കാത്തത് നമുക്ക് നടപ്പാക്കാനാകുമോ? സർക്കാരിന് നടപ്പാക്കാനാകുമോ? ഞാൻ ഈ പത്രവാർത്ത വായിക്കുന്നത് എവിടുന്നാണെന്നറിയോ? 3 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ ഒന്നാമത്തെ പത്രത്തിലെ വാർത്തയാണ്. നിങ്ങൾ ഒരു റിപ്പോർട്ടും വായിക്കണ്ട, നിങ്ങളുടെ പ്രസ്താവന അച്ചടിച്ച് വന്ന പത്രം വായിച്ചോ. ഒരു ഈ കേരളത്തിലെ UDFനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പത്രം 3 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അതിൽ ഞങ്ങളുടെ കോട്ടയം ജില്ല ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള ജില്ലയാണെന്ന് എൻ്റെ എഴുതി. 1745 ദരിദ്ര കുടുംബങ്ങളെ കോട്ടയത്തുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് മറ്റ് ജില്ലകൾ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. ആ പത്രം എഴുതിയതാണ്. ഇതൊന്നും ഈ നാട്ടിൽ നടന്നപ്പോൾ ഒന്നും കാണാതെ കേൾക്കാതെ ഓരോ ഇപ്പം ധർമ്മടം മണ്ഡലം അതിദാരിദ്ര്യമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് എത്ര നാൾ മുമ്പാണ്? ധർമ്മടം മണ്ഡലം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ചാനലിലെ റിപ്പോർട്ടർമാർ പോയിട്ട് ധർമ്മടം മണ്ഡലത്തിൽ ഇന്നയാൾ ബാക്കി, കോൺഗ്രസ്സുകാർക്ക് പറയാൻ വയ്യായിരുന്നു. മുഖ്യമന്ത്രി മേല് നടിക്കുന്നു, PR വർക്കാണ്. ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പോയിട്ട് പറയണ്ടേ? കോട്ടയം ജില്ല പ്രഖ്യാപിച്ചിട്ട് ബഹുമാനപ്പെട്ട MP രാജേഷാണ് ഇവിടെ കോട്ടയത്ത് പ്രഖ്യാപിച്ചിട്ട് 2 മാസമായി. കോട്ടയത്ത് ഒരാൾ പോലും മിണ്ടിയില്ല, ഒരൊറ്റ MLA പോലും മിണ്ടിയില്ല. ഇവിടെ കോൺഗ്രസ്സുകാരില്ലേ? എന്താ മിണ്ടാത്തത്? ഇവിടെ പദ്ധതി ഇത്രേ ഉള്ളൂ. 64,006 കുടുംബങ്ങളെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഇനി കണ്ടെത്താൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട അരുൺ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പണം. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ദരിദ്രരെ തേടിപ്പോയി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മണ്ഡലത്തിൽ ഇങ്ങനൊരു ദരിദ്രനുണ്ട് എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീകുമാർ സാറിനെ അറിയിച്ചു. നന്ദി പറയുകയാണ്. കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും ദരിദ്രരെ തപ്പിപ്പോയല്ലോ. 71 ഗരീബി ഘടാവോ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇത്രയും കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ദരിദ്രരെ തേടിപ്പോയി. പക്ഷേ ഈ ബഹുമാനപ്പെട്ട ഏറ്റവും അവസാനം വന്ന വിദഗ്ധനോട് 2001 ഇവിടെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു പദ്ധതിയിലും വരാത്തവരാണ്. അതാണ് ഇതിൻ്റെ പോയിന്റ്. 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിദാരിദ്ര്യ മാനദണ്ഡം. അരുൺകുമാറിനോട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യല്ലേ എന്താണ് അതിദാരിദ്ര്യ മാനദണ്ഡം. അപ്പോൾ ഒരു മാനദണ്ഡമല്ല, 4 കാര്യങ്ങളുണ്ട്. ആശ്രയ പദ്ധതിയിൽ അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും. കുറേ പേര് ആശ്രയ പദ്ധതി കൊണ്ട് മാത്രം ഇതിലേക്ക് എല്ലാവരുടെയും വീട്ടിൽ ഭക്ഷണം എത്തിക്കും. നമ്മൾ പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ് അദ്ദേഹം പറയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ചെയ്യുന്ന കാര്യമാണ്. സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം? ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം 8 പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. ആദ്യത്തെ 600, ഇപ്പോൾ 900. ഈ ഏതെങ്കിലും പ്രോഗ്രസ് കാർഡ് ഇദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ചർച്ചയിൽ ഒരു വിദഗ്ധനെ കൊണ്ടുവരുമ്പോൾ ആദ്യം ഇതെങ്കിലും ഒന്ന് വായിക്കാനുള്ള മനസ്സുള്ളവരെ കൊണ്ടുപോവാ. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ ഇപ്പം 3 പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാവുന്ന ബഹുമാനപ്പെട്ട അത്രയും വെളിപ്പെടുത്തിയത് നന്ദി. അല്ലല്ല, ഞാൻ പറയട്ടെ. പിന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ തോന്നിയത്?
നിങ്ങൾക്കിത് ഈ കഴിഞ്ഞ 1-ാം തീയതി ഉണ്ടായ പ്രഖ്യാപനമാണ് PR എന്ന് തോന്നിയത്? അല്ല, എനിക്ക് എന്റെ മറുപടി പറയട്ടെ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് വിശദീകരണമുണ്ട്. അതെ, നിങ്ങളെ മറുപടി പറഞ്ഞോളൂ. പക്ഷേ PR പറയട്ടെ, ഞങ്ങളുടെ PR എന്താണെന്നറിയോ? ഈ നാട്ടിൽ ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഞാൻ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞോളൂ, ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും ആശുപത്രി നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഇവിടുത്തെ റോഡുകളുടെ വികാസത്തിൽ ഈ 10 കൊല്ലം ഉണ്ടായ മെഡിക്കൽ കോളേജിൽ അത് മുഴുവൻ അനുഭവിച്ചു. ഒരു കാര്യം മനസ്സിലാക്കി, അതിനാവശ്യമായ പണം ഇപ്പൊ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന്. എന്താ ഈ കുടിശ്ശിക വരുന്നത്? ഞാൻ പറയട്ടെ ഈ കുടിശ്ശിക എന്താ വരുന്നത്? ഞാൻ ഈ കുടിശ്ശിക എങ്ങനെയാ വരുന്നത്? സർക്കാരിന്റെ വരുമാനം വരുമ്പോൾ ചെലവ് ചെയ്യും. ഞാൻ പറയട്ടെ സാർ, ഇവിടെ 3 പേരും സംസാരിക്കുന്നുണ്ട്, നന്ദി പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മേരി ജോർജ് മാഡം പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. മാഡത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ 2016 മാർച്ച് 31, ബഹുമാനപ്പെട്ട മാഡം ഓർക്കണം, 76,082 കോടി രൂപയാണ് നിങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ മാർച്ച് 31 എക്സ്പെൻഡിച്ചർ എത്രയാണ്? 1,86,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കണക്ക് നോക്കൂ, ഞാൻ കണക്ക് ഓഫ് ഹാൻഡായിട്ട് പറയുകയാണ്. 2 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിലെ ബഡ്ജറ്റ് മാറിയാൽ കേരളം വളരുകയല്ലേ? ആ വളരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്, കേരളത്തിലെ അതിദാരിദ്ര്യത്തെ മുക്തമാക്കുമ്പോൾ ഇപ്പോൾ ദരിദ്രാവസ്ഥയിൽ മനുഷ്യരുണ്ട്, അവരെ അതിൻ്റെ അടുത്ത മേൽത്തട്ടിലേക്ക് ഉയർത്താൻ, അവരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഉള്ള പദ്ധതിയിലേക്ക് വരുമ്പോൾ അവർക്ക് കൂലി കൂടുതൽ വാങ്ങിച്ചു കൊടുക്കണം. അതിനടുത്ത പദ്ധതിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് പദ്ധതി? ബഹുമാനപ്പെട്ട P. രാജീവൻ്റെ നേതൃത്വത്തിൽ പുതിയ വ്യവസായ പാർക്കുകൾ, IT പാർക്കുകൾ, അതിൻ്റെ ഭാഗമായിട്ട് 2 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മാസം 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, തദ്ദേശീയ മൂലധനം, ദേശീയ മൂലധനം കേരളത്തിലേക്ക് വരുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഓഫ് ഹാൻഡായിട്ടല്ല പറയുക, റിക്കാർഡിക്കലായിട്ട് സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവർ ഓഫർ ചെയ്യുകയാണ്. ഇപ്പം തന്നെ 1 ലക്ഷം ജോലി കേരളത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഡിമാൻഡായിരിക്കുന്നു കേരള സർക്കാരിൻ്റെ പക്കൽ. ആ ജോലിയിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജിങ് പരിപാടി സർക്കാർ കൊണ്ടുവരികയാണ്. ഒരു ബ്രിഡ്ജിങ് പരിപാടി കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ? ഒരു കുട്ടിക്ക് നൂതന സാങ്കേതിക വിദ്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി നൈപുണ്യ വികസനത്തിന് ഒരു ബ്രിഡ്ജിങ് കോഴ്സിന് കാലത്ത് 1,000 രൂപ ചോർക്ക് കൊടുക്കുന്നു. ഒരിതാണോ? ഇന്നേ വരെ ഇല്ലാത്ത നൂതന പദ്ധതിയാണ്. എന്താണത്? 1,000 രൂപ വീട്ടമ്മയ്ക്ക്, കാണാപ്പണിയെടുക്കുന്ന വീട്ടമ്മയ്ക്ക് 35 വയസ്സാൽ 1,000, 35 ലക്ഷം മനുഷ്യർക്ക് കിട്ടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, നമ്മുടെ കേരളത്തെ അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്താനുള്ള പരിശ്രമമാണ്. അത് പക്ഷേ 4.5 വർഷമാകുമ്പോൾ മാത്രം 2023 ബഡ്ജറ്റിൽ എന്തുകൊണ്ട് വന്നില്ല? ഇതൊക്കെയാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചൊരു ഒരാഴ്ച ബാക്കി നിൽക്കുന്നു തദ്ദേശ ഉത്തരം കൃത്യമായിട്ട് പ്രഖ്യാപനം. ആ സമയമാണ് പ്രതിപക്ഷത്തിന് സംശയം ഉണ്ടാക്കുന്നത്. ഉത്തരം കൃത്യമായിട്ട് അതെ, ഒരു സംശയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം? നമ്മൾ കോവിഡ് എന്നാ കഴിഞ്ഞു പോയത്? 2022 ആയപ്പോഴാണ് എൻ്റെ ആഘാതം കഴിഞ്ഞു പോയത്. കോവിഡ് ഇല്ലായിരുന്നെങ്കിലോ? ബഹുമാനപ്പെട്ട അരുൺകുമാറിനോട് ഞാൻ ഇന്നത്തെ രാത്രി പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയതുപോലെ 2017 പ്ലാനിംഗ് ബോർഡ് ഈ അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ എന്താ അവരുടെ ലക്ഷ്യമിട്ടത്? 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കാനാണ്. പക്ഷേ ആ സർക്കാരിൻ്റെ കാലത്ത് പ്രളയം 2 വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു, ഓക്കി വന്നു. അപ്പോൾ അന്നേരം ആ ശക്തിയിൽ മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർഭരണം കിട്ടി. തുടർഭരണം കേട്ടതിൻ്റെ സൽഫലങ്ങൾ കേരളം എടുക്കാൻ തുടങ്ങി. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, നമ്മളൊരു 120 ദിവസം വിളവുള്ള ഒരു വിത്ത് വിതച്ചാൽ നെൽവയിലത് വിത്തായി കൊയ്യേണ്ട ഘട്ടമാകുന്നത് 120-ാം ദിവസമല്ലേ? ഞങ്ങൾക്ക് 60 മാസമാണ് കിട്ടുന്നത്. ഈ 60 മാസത്തിൽ 56 മാസമായി, അല്ലെ 54 മാസമായി. 54 മാസമായപ്പോൾ അതിൻ്റെ വിളവ് വരാൻ തുടങ്ങി. വിളവ് വരാൻ തുടങ്ങുമ്പോൾ വിളയെടുക്കാൻ ഭയപ്പെടണം മലയാളിയോട്. വിളവ് വരാൻ വരുമ്പോൾ ആരും വിളയെടുക്കാൻ ഭയപ്പെടരുത്. ഈ വിള നമ്മളുടെ കേരളത്തിൻ്റെതാണ്. അതിനെ കേരളത്തിൻ്റെതായി കാണാൻ സൗമനസ്യമില്ലാത്ത പ്രതിപക്ഷം ഓടിയൊളിച്ചു. ചോദ്യങ്ങളില്ലായിരുന്നു. ഡോക്ടർ മേരി ജോർജ്, ഈ 2021 ഒക്ടോബർ മാസം കില പുറത്തിറക്കിയ ഈ കൈപ്പുസ്തകം ഡോക്ടർ മേരി ജോർജ് മാം കണ്ടിട്ടുണ്ടോ? അതിൽ ഈ അതിദരിദ്രരെ കണ്ടെത്താനുള്ള മിഷന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ട് 2021 നവംബർ മാസം 20-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ജില്ലാതലത്തിൽ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നതും
പിന്നീട് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ട്രെയിനിങ് ഇവർ നടത്തുന്നതും ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികൾക്കും പ്രത്യേകം ട്രെയിനിങ് നടത്തുന്നതും പഞ്ചായത്ത് സമിതികളും വാർഡ് തലത്തിലും ഫോക്കസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതുമൊക്കെ പല സമയങ്ങളിലാക്കി കില അവരുടെ വെബ്സൈറ്റിലിടുകയും ഇതുമായി ബന്ധപ്പെട്ടവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും തുടർന്ന് ചില മാധ്യമങ്ങളെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പൊടുന്നനെ സംഭവിച്ചതല്ല എന്ന സർക്കാരിൻ്റെ വിശദീകരണം വിശ്വാസയോഗ്യമല്ലേ ഡോക്ടർ മേരി ജോർജ്? ഈ പറയപ്പെട്ട ഏതെങ്കിലും പ്രചാരണ തന്ത്രം ശരിയല്ല, തെറ്റാണെന്ന് ഒരഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇവരെ കില പുറപ്പെടുവിക്കുന്നതെല്ലാം അതുപോലെ വായിക്കുകയും വിഴുങ്ങുകയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യാൻ പൊതുജനത്തിന് പറ്റില്ല. ഇപ്പം മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞല്ലോ, പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ അനിൽകുമാർ. ഞാൻ ദ ഹിന്ദു, മാതൃഭൂമി, മലയാള മനോരമ ഈ 3 പത്രവും വീട്ടിൽ വരുത്തി വായിക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ പത്രം വായിക്കാത്തവരാണ് എന്ന് പറയരുത്. അത് പോകട്ടെ. ഇനി അനിൽകുമാർ ആദ്യം പറഞ്ഞു തിരുനെല്ലിയിൽ നിങ്ങളുടെ ഈ സർവേ ഗ്രൂപ്പ് പോയിരുന്ന കാര്യവും അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഡോക്ടർ അരുൺകുമാറിനോട് തന്നെ ചോദിക്കുക, 1-2 ആഴ്ച മുൻപല്ലേ അവിടെ നിന്ന് വന്ന ഒരു വാർത്ത, തിരുനെല്ലിയിലെ ഒരു ട്രൈബൽ ഗേൾസ് സ്കൂൾ 127 കുട്ടികൾക്ക് താമസിക്കാൻ 3 മുറികൾ മാത്രം, 127 പെൺകുട്ടികൾക്ക് താമസിക്കാൻ 3 മുറികൾ മാത്രം, ഒറ്റ ശൗചാലയം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരുനെല്ലിയെ പറ്റി കിട്ടുന്ന അഭിപ്രായം എത്ര മനോഹരമായിരിക്കും, എത്ര മനോജ്ഞമായിരിക്കും എന്നൊന്ന് ആലോചിച്ച്. നിങ്ങളൊക്കെ അതേപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാകും. വെറുതെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചർച്ച ചെയ്യില്ല. ഞങ്ങളുടെ പ്രതിനിധിയാണ് ആ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. തിരുനെല്ലി അടക്കമുള്ള ഈ ഉന്നതികളിൽ സമാനമായ അവസ്ഥകളുണ്ട്. പക്ഷേ അതിദാരിദ്ര്യം എന്ന നിർവചനത്തിൽ, നിരാലംബരായ മനുഷ്യരുടെ നിർവചനത്തിൽ പെടുന്നതല്ലാതെ അവിടെ തീർച്ചയായും സർക്കാരിന്റെ കൂടുതൽ ശ്രദ്ധ പതിയേണ്ട ഇടമാണ്. മേരി ജോർജ് മാം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ തിരുനെല്ലി, വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പൈലറ്റ് സ്റ്റഡി നടന്ന സ്ഥലങ്ങളാണ്. ഈ പൈലറ്റ് സ്റ്റഡി നടന്ന സ്ഥലങ്ങളിൽ ആ വാർത്ത അന്ന് സംപ്രേഷണം ചെയ്തതാണ്, അന്ന് പ്രതിനിധീകരിച്ചിരുന്നതാണ്. അതിന്റെ മാതൃക എന്ന വണ്ണമാണ് ഇപ്പോൾ കോട്ടയത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും ഒക്കെ ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടക്കുന്നത്. അത് നടത്തുന്ന സമയത്ത് അന്ന് മിണ്ടാതിരുന്നിട്ട് കേരളം ഒട്ടാകെ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നത്, അതായത് ഒരു വ്യക്തിക്കും, കേരളത്തിലെ ഒരു വ്യക്തിക്കും സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ഇടപെട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഹ്യൂമൻലി ഇംപോസിബിൾ. അത് മനസ്സിലാക്കണം ഈ വിമർശിക്കുന്നവർ. ഇനി അത് കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ക്രോണി ക്യാപിറ്റലിസമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്, കേരളം മാത്രം ഒരു വ്യത്യസ്ത മാതൃകയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, 25-26 ബജറ്റിൽ കൊണ്ടുവന്ന പ്ലാൻ ബി എന്താണ്? PPP മോഡ് എന്ന് പറയുന്നത് എന്താണ്? PPP മോഡ് കൊണ്ടുവന്ന എന്തിനാണ്? കിഫ്ബി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് എന്ന് ഇവർ പറയുന്നു, ഗവൺമെൻറ് പറയുന്നു. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും RBIയും CAGയും പറയുന്നു അല്ല, അത് ബജറ്റിൻ്റെ ഭാഗമാണ് എന്ന്. അപ്പോൾ അതിന് എന്ന് തെളിയിക്കാൻ വേണ്ടി, അതായത് ബജറ്റിലേക്ക് വരുന്ന ഇൻകം, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ കൊടുക്കാൻ പോകുന്നു. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഡീറ്റെയിൽസൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് അത് ബജറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഇവരൊക്കെ ആവർത്തിച്ചത്. അപ്പോൾ അതിന് പകരം അതിനെ ഒരു ലാഭമുണ്ടാക്കുന്നതായി തീരാൻ വേണ്ടി PPP മോഡിൽ ആക്കുക. അതുപോലെ പല കാര്യങ്ങളും ആ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു കാര്യങ്ങൾ വ്യക്തമായോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അരുൺകുമാർ അത് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഈ ക്രിറ്റിസിസം വിമർശിക്കുന്നവർ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ എന്ന് പറയുകയല്ല ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഡ്യൂട്ടി. ശ്രീകുമാർ പറഞ്ഞതുപോലെ അത്തരമൊരു വൈമുഖ്യം സർക്കാർ കാട്ടരുത്. ഇനിയാണെങ്കിലും ഈ വിദഗ്ധരുടെ സംശയങ്ങൾക്ക് നേരിട്ട്, ഇതിപ്പോൾ 2 ഇടങ്ങളിൽ ഇരുന്നാണ് ഈ സംവാദം നടക്കുന്നത് എന്നതിൻ്റെ ഒരു പരിമിതി കൂടിയുണ്ട്. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ മേരി ജോർജ് മാം. എനിക്കൊന്ന് ശ്രീകുമാറിലൂടേക്ക് പോകണം. ശ്രീകുമാർ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രതിപക്ഷം ഈ വിളവെടുപ്പിൻ്റെ സമയത്ത് നടത്തുന്ന അസ്വസ്ഥത ആ വിളവിൻ്റെ വലിപ്പം കണ്ടിട്ടാണ്, അങ്ങനെയാണോ?
നോക്കൂ ഡോക്ടർ അരുൺകുമാർ, പ്രത്യക്ഷത്തിൽ കാണുന്ന പദ്ധതിയും പ്രത്യക്ഷത്തിൽ കാണാത്ത പദ്ധതിയും ഉണ്ട്. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണാത്ത ഒരു പദ്ധതിയാണ് ഇവർ പൊക്കിപ്പിടിച്ച് പ്രഖ്യാപിച്ചത്, അതിദാരിദ്ര്യമുക്തം. നേരെ മറിച്ച് വിഴിഞ്ഞമോ അല്ലെങ്കിൽ UDFൻ്റെ കാലത്ത് പൂർത്തിയാക്കിയ ഏതെങ്കിലും പദ്ധതികളാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഇത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ പറയുകയാണ് 64,000 പേര് ദരിദ്രമുക്തരായി. ആർക്ക്? അരുൺകുമാറിനും കാണാൻ പറ്റില്ല, എനിക്കും കാണാൻ പറ്റില്ല, ശ്രീ അനിൽകുമാറിനും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ പറയുന്നത് പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണമല്ല പ്രതിപക്ഷം കൊണ്ടുവന്നത്, പ്രതിപക്ഷം സംശയമാണ് കൊണ്ടുവന്നത്. ആ സംശയം എന്തുകൊണ്ട് നിയമസഭയിൽ തീർക്കാൻ മുഖ്യമന്ത്രി സന്നദ്ധനായില്ല? ഇനി അത് പോട്ടെ, അതിന്റെ കാരണം മുഖ്യമന്ത്രിക്ക് തീർക്കാനുള്ള സമയം പ്രതിപക്ഷം കൊടുത്തോ? പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്? അല്ല, പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്? പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രഖ്യാപനം കൊണ്ടുവരുമ്പോൾ ആ പ്രഖ്യാപനം കൊണ്ടുവരുന്ന ഒരു നിയമസഭയുടെ കൊണ്ടുവരുമ്പോൾ 140 MLA-മാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്. ഇത് ആദ്യം പ്രഖ്യാപനത്തിലേക്കാണ് പോയത്. അത് വേറെ നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് അധികം വിശദീകരിക്കാത്തത്. പ്രതിപക്ഷ നേതാവിന്റെ ജില്ല എറണാകുളം ജില്ലയിലെ ആ എറണാകുളം ജില്ല അതിദാരിദ്ര്യമുക്തമാകുന്നത് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നതല്ലേ? അത് പ്രതിപക്ഷ നേതാവ് കൂടി ഉൾപ്പെട്ട പാർട്ടിയല്ലേ ആ ജില്ല ഭരിക്കുന്നത്? അതറിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിമർശനം ഉയർത്താതെ പോയത് എന്തുകൊണ്ടായിരിക്കും? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, പല പഞ്ചായത്തുകളും പല ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് ലോകത്തിന് മാതൃകയെന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞ പോലുള്ള പ്രഖ്യാപനമാണ്. കേരളത്തിൽ അതിദാരിദ്ര്യമില്ല, മൊത്തം തുടച്ചുമാക്കി. നമുക്ക് കാണാൻ പറ്റില്ലേ പദ്ധതി? അദൃശ്യ ശക്തിയാണത്. നോക്കൂ, എറണാകുളത്ത് സംഭവിച്ച ഞാൻ പറഞ്ഞല്ലോ, ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രാമസഭ. ഈ ഗ്രാമസഭ സാധാരണ നമുക്ക് നേരത്തെ സമയമില്ലാത്തതുകൊണ്ടാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ചില ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ചില സഭകളിൽ ആളുകൾ കൂടും, അല്ലാത്തതിൽ ആളുകൾ കുറേ. അതൊക്കെ ഗ്രാമസഭകളിൽ പങ്കെടുത്തവർക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ അരുൺകുമാർ എന്നെ ആലോചിച്ച് നോക്കൂ, ഞാൻ അധികം ഗ്രാമസഭയിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളിൽ ചില പഞ്ചായത്തുകളൊക്കെ ചില തീരുമാനങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ല സമ്പൂർണ്ണ സാക്ഷരത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് ഒരു പ്രഖ്യാപനം വലിയ കെങ്കേമം നടത്തി, കോട്ടയത്ത് നടത്തി. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് MB രാജേഷ് ചോദിച്ചത്. ഇനി അത് പോട്ടെ, കഴിഞ്ഞ വർഷം 57% ദരിദ്രമുക്തമായി എന്ന് സർക്കാർ നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ഈ പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. 2021 അന്നത്തെ തദ്ദേശ മന്ത്രി പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിക്കാഞ്ഞത് എന്താണ് എന്നാണ് ചോദിച്ചത്. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഈ ഗവൺമെന്റിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായി പറഞ്ഞൊരു കാര്യം പറയാം. ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും അവിടെ നടത്തുന്ന പ്രഖ്യാപനം പോലെ അല്ല ഒരു സംസ്ഥാനം സമ്പൂർണ്ണമായിട്ടുള്ള അതിദാരിദ്ര്യരെ ഇല്ലാതാക്കി എന്നുള്ള പ്രസ്താവന. അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രതിപക്ഷം സംശയം ചോദിക്കുമ്പോൾ, വിദഗ്ധർ സംശയം ചോദിക്കുമ്പോൾ, എറണാകുളത്ത് നിന്ന് ആരും സംശയം ചോദിച്ചിട്ടുണ്ടാവില്ല, കോട്ടയത്തും ചോദിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പോൾ സംശയം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വിദഗ്ധർ എന്ന് പറയുമ്പോൾ നമ്മളോടെ പരിഹരിച്ചിട്ടേ ആയില്ല. എല്ലാവരും മിക്കവാറും ഇടതുപക്ഷക്കാരാണ്. ഞാൻ പറഞ്ഞ ഇനി സമയമുണ്ട് ഈ മന്ത്രിക്ക്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഇന്റർവ്യൂ കൊടുത്തിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ വെപ്രാളപ്പെടുന്നതിന് പകരം അവരെ വിളിച്ചൊന്ന് സംസാരിക്കുന്നേ. എത്രയോ ഈ നിമിഷം വരെയും ആ റിപ്പോർട്ടിൽ ഒരാളും സംശയം പ്രകടിപ്പിച്ചില്ല. റിപ്പോർട്ട് വായിച്ചതിന് ശേഷം നോക്കൂ ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ട് വായിച്ചതിന് ശേഷം സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംശയം ചോദിക്കുന്നവരെ പരിഹസിക്കുകയാണ് മന്ത്രി. അതല്ല മന്ത്രി ചെയ്യേണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. അതിനാണ് പ്രതിപക്ഷം സംശയം ചോദിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സംശയത്തിൽ കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അടുത്ത കാലത്ത് ബാധിച്ചിട്ടുള്ള ഒരു ദുർവിധി എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. PM ശ്രീ ഉദാഹരണം അവസാനത്തെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു ഗ്ലാമറാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നല്ലേ. പക്ഷെ അവർ പരാജയപ്പെട്ടില്ലേ. 3 സൂപ്പർ സ്റ്റാറുകൾ വന്നാലേ ഞങ്ങളുടെ ഈ പദ്ധതി ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു ചിന്ത എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അതൊരു പ്രധാന ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ താരങ്ങൾ വന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ
അതിദാരിദ്ര്യമുക്തമാകൂ കേരളമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുകയുള്ളൂ? മന്ത്രിമാർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും വിശ്വസിക്കാത്തത് കൊണ്ടാണോ താരങ്ങളുടെ സാന്നിധ്യം വേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ലോജിക്കൽ. അനുരാജ്, ഞാൻ അല്പസമയമേ താങ്കൾക്ക് തന്നിട്ടുള്ളൂ. ഒരു 1.5 മിനിറ്റ് സമയം ഞാൻ താങ്കൾക്ക് നൽകാം. നേരത്തെ അനിൽകുമാർ താങ്കളുമായിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള മറുപടി കൂടി താങ്കൾക്ക് നൽകാം. എന്തുകൊണ്ടാണ് ഇത് PR എക്സസൈസ് എന്ന് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ വരാം, അനിൽകുമാറിലേക്ക് മടങ്ങി വരും. തീർച്ചയായിട്ടും അനിൽകുമാർ, അനുരാജിന്റെ കൂടി പ്രതികരണം കേട്ട് ഞാൻ അനിൽകുമാറിലേക്ക് മടങ്ങി വരാം. നമ്മൾ അല്പസമയം ചർച്ച നീട്ടുന്നു. തീർച്ചയായിട്ടും ധാരാളം പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അനുരാജിന്റെ കൂടി പ്രതികരണം എടുത്തിട്ട് ഞാൻ അനിൽകുമാറിലേക്ക് മടങ്ങി വരാം. അനുരാജ്, ഇതൊരു PR എക്സസൈസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഇത് 4.5 വർഷത്തെ സൂക്ഷ്മതലത്തിൽ നടന്ന പഠനത്തിൻ്റെയും അപഗ്രഥനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ കണക്കുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പൊടുന്നനെ ഇതൊരു PR എക്സസൈസ് ആണെന്ന് പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയില്ലായ്മ കൊണ്ടാണോ? എൻ്റെ ധാരണയില്ലായ്മയുടെ പ്രശ്നമല്ല അത്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞപ്പോൾ, ബാക്കി ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം ഇതിനെക്കുറിച്ചിട്ട് ഗ്രാഹ്യമുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇതിനെ നിരീക്ഷിച്ചതെന്നും പറഞ്ഞതെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇത് മറ്റ് ആരും ഇതിനെ ചോദ്യം ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ചോദ്യം ചെയ്യേണ്ടുന്ന രീതിയിലാണോ ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രാഷ്ട്രീയ ലൈൻ പുറത്താരെ അറിയിക്കാതെ ഒരു രഹസ്യ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ വഴികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കിയത് കൊണ്ടാണോ ഇത് പൊതുസമൂഹം അറിയാതെ പോയത്? കേരളത്തിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ വളരെയധികം സാധിക്കുന്ന ഒരു വിഭാഗമാണ്. അതല്ലെങ്കിൽ അതിൽ വിജയിക്കുന്നൊരു രീതി നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. വേണ്ടതിലേറെ മാധ്യമ സാന്നിധ്യം ഇടതുപക്ഷ സർക്കാരിന് കിട്ടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇതൊന്നും മാധ്യമങ്ങളിലൂടെ അറിയിക്കാൻ സർക്കാരിന് സാധിക്കാതെ പോയത് കൂടെ നമ്മൾ ഓർക്കണം. മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ പ്രതിപക്ഷം അറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ വിമർശിക്കുന്നവർ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ യഥാവിധി അറിയിക്കാൻ ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും സാധിച്ചില്ലല്ലോ എന്നുകൂടി ഓർക്കണം. ഈ പ്രഖ്യാപനം തന്നെ പറയുന്നത് പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നേ ചില പത്രങ്ങളിൽ വന്നുവെന്നാണ്. അപ്പോൾ അത്രത്തോളം ജാഗ്രത അതിൻ്റെയൊക്കെ പ്രചാരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ചരിത്രം നമ്മൾ പഴയ ചരിത്രമൊക്കെ നോക്കിയാൽ ഇപ്പോൾ കോവിഡ് സമയത്ത് ശൈലജ ടീച്ചറെ UN അഭിനന്ദിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞ് അവസാനം മാക്സിസ് അവാർഡ് വരെ എത്തി. അപ്പോൾ വേണ്ടാന്ന് തീരുമാനിക്കേണ്ട സ്ഥിതി വരെ വന്നിട്ടുള്ള സാഹചര്യമുള്ള സ്ഥലമാണ് ഇവിടെ. പ്രചരണം നൽകാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിന് ഇത് സാധിച്ചില്ല എന്ന് വരികയാണ്. അല്ല എന്തോ ആകട്ടെ, അല്ല അതിലേക്കല്ല ഞാൻ പോകുന്നത്. അല്ല ആയിരിക്കാം എന്തായാലും ആ രീതിയിലേക്ക് പോയി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു, ഇവിടെ സംസ്ഥാനത്തെ സ്കൂളുകളെല്ലാം അടിസ്ഥാന സൗകര്യമില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ചില സ്കൂളുകളുണ്ട്, പക്ഷേ ഇല്ലാത്ത കുറേ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ അത്തരം പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന പദ്ധതികളുണ്ട്, പദ്ധതികളെ കിട്ടാത്ത സ്കൂളുകളുണ്ട്. പിന്നെ ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമല്ല, കേരളത്തിൽ വളരെയധികം എയ്ഡഡ് സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ ഈ CBSE പോലെയുള്ള. അപ്പൊ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സൗകര്യം കിട്ടുന്നു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെയാണ് കോളേജുകളുടെ സ്ഥിതി. ഇനി നമ്മൾ ഹോസ്പിറ്റലുകളുടെ സാഹചര്യം എടുത്താൽ, ഇപ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും തറയിൽ കിടന്ന് ചികിത്സ നേടേണ്ടി വരുന്ന എത്രയോ രോഗികളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ മാനദണ്ഡത്തിൽ ഒന്നും നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവാം, പക്ഷേ ആ ശ്രമങ്ങൾക്കൊക്കെ തിരിച്ചടിയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത്. ബാധിക്കുന്ന രീതിയിൽ കേവലം PR ഏജൻസികളെ കേട്ടിട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനം തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക. വലിയ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടമാണ്, ആ സാഹചര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കേവലം PR ഏജൻസിയുടെ ഉപദേശം കേട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സംശയം ചോദിക്കട്ടെ, ഈ കില എന്ന് പറയുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയുടെ കൈപ്പുസ്തകം, ആ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ നടന്ന വിശദമായ പഠനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന വിശാലമായ ഷെഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാഥമിക സർവേ, അതിനുശേഷമുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിനുശേഷമുള്ള സമിതികളിലെ ചർച്ച, ഇവിടെ എവിടെയാണ് PR വന്നിരിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ചല്ല, ആ പഠനത്തെക്കുറിച്ച് പോലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണം ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞു ഇതിൽ പുറത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചോളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനു ശേഷം എതിർപ്പ് വരികയും ചർച്ച വരികയും ഒക്കെ ചെയ്യുമ്പോഴാണ്. മാധ്യമങ്ങൾ പോലും ഇതിലേക്ക് കൂടുതൽ ഇടപെടുന്നത് ഈ രീതിയിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും. ഇന്നത്തെ ദിവസം ഒരു 10 പുതിയ അതിദാരിദ്ര്യം ഉണ്ടാവാം, അവരെ കൂടി ചേർത്ത് പിടിക്കണം. അല്ല, അത് സർക്കാരാണ് ശ്രമിച്ചത്. അത് സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് കുഴപ്പം. അതിന് ശ്രമിച്ചു എന്നുള്ളതാണ് കുഴപ്പം. ഡോക്ടർ അരുൺകുമാറിന്റെയും എന്റെയും സ്റ്റാൻഡ് കറക്റ്റാണ്.
അല്ലല്ല, എന്റെ സംശയം ഇതേ ഉള്ളൂ. ഈ PR എന്ന് പറഞ്ഞത്, ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എന്നതിനകത്ത് PR എവിടെയാണ് അനുരാജ്? അതൊന്ന് ചൂണ്ടിക്കാണിച്ചതായിരിക്കും. അത് നേരത്തെ കോൺഗ്രസും പറഞ്ഞു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചത്. ഇതിനകത്തൊരു PR എക്സസൈസ് ഉണ്ടെങ്കിൽ അത് എവിടെ, ഏത് ഘട്ടത്തിലാണ്? ശരി, അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ പറഞ്ഞു ഇത് കൃത്യമായി ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നമുക്ക് എല്ലാം പറയാം. എന്താണ് കേരളത്തിൽ ഏറ്റവും വലിയ അവാർഡ് പ്രഖ്യാപിച്ചത്? പക്ഷേ ഇവിടെ ഈ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ PR എക്സസൈസ് ഏത് ഘട്ടത്തിലാണ് വന്നത്? അതിലേതെങ്കിലും ഒരു PR ഏജൻസി വന്നിട്ടുണ്ടോ? അത് തെരഞ്ഞെടുത്ത സമയം, ഡോക്ടർ അരുൺകുമാർ തെരഞ്ഞെടുത്ത സമയം. പക്ഷേ 2021 മെയ് മാസത്തിൽ പ്രഖ്യാപിച്ചതല്ലേ? 2021 മെയ് മാസത്തിൽ തന്നെ പ്രഖ്യാപിച്ചതല്ലേ? 5 വർഷം എടുത്താണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്. അത് 2025 തന്നെ നടപ്പിലാക്കും. ആ ലോജിക്കിൽ വെച്ചല്ലേ PR ഏജൻസി ചെയ്യുള്ളൂ. അല്ല, ഇതിൽ ഏത് PR ഏജൻസിയുടെ കാര്യമാണ് പറയുന്നത്? അത്രയും ലോജിക്ക് വെച്ച് തന്നെ PR ഏജൻസികൾ ഇത് ചെയ്യുകയുള്ളൂ. ഏത് PR ഏജൻസി? ഞാൻ പറയുന്നത് സൂചിപ്പിക്കുന്നത് ചെയ്തുകൊണ്ട് തന്നെയാണ് PR. അതല്ല കിലയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ഒരു പർട്ടിക്കുലർ ഏജൻസി എടുക്കരുത്. ഇന്ന് PR ഏജൻസി എന്ന് പറയാനുള്ള ധാരണ എനിക്കില്ല. പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആകെ കൂടിയുള്ള ചട്ടക്കൂട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ഓരോ പ്രവർത്തനങ്ങളെ അല്ലല്ല അതിനെക്കുറിച്ചല്ല വിമർശനം. കിലയുടെ ഈ പ്രവർത്തനത്തെ കുറിച്ചല്ല ഞാൻ വിമർശിക്കുന്നത്. പിന്നെ അത്തരം ഏജൻസികൾ ഉണ്ടാവേണ്ടതും അത്തരം പഠനങ്ങൾ ഉണ്ടാവേണ്ടതും ആണ്. അവയെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ്. പക്ഷേ ഈ സമയത്ത് ഇത് പ്രഖ്യാപനം നടത്തുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിൽ അധികാരം ഏറ്റെടുത്തൊരു സമയക്രമം നിശ്ചയിച്ച് ഷെഡ്യൂൾ നിശ്ചയിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമാണ് ഇത് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. 4.5 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കുമ്പോൾ ഈ സമയത്തല്ലാതെ ഇപ്പൊ കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നതിന് കൂടെ ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ പറയുന്നത് നമുക്ക് ഇത് പ്രഖ്യാപിക്കാൻ ഇന്നൊരു സമയത്ത് പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്ന് പറയുന്ന ആ തയ്യാറെടുപ്പിനെ യഥാവിധി ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിലേക്കോ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് എത്തിക്കേണ്ട വിചാരിക്കില്ലല്ലോ. കോഴിക്കോടാണോ? എന്റെ ജില്ല കോഴിക്കോടാണ്. പക്ഷേ കോഴിക്കോട് ദാരിദ്ര്യമുക്തമായത് താങ്കൾ അറിഞ്ഞിരുന്നില്ലേ? അവിടെ വലിയ പ്രഖ്യാപനം നടന്നിരുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇത് മൊത്തത്തിൽ ഇതിന് സമയക്രമം വന്നതൊരു PR-ന്റെ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് അനുരാജ് പറയുന്നത്. നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചൊരു കാര്യം, ഇതിനകത്ത് സുതാര്യത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ്. എനിക്കറിയാം അനിൽകുമാറിന് തിരക്കുണ്ടെന്ന് അറിയാമെങ്കിൽ കൂടി അനിൽകുമാർ മറുപടി. സർക്കാരിൻ്റെ ഒരു രേഖയും വായിക്കേണ്ട, സർക്കാർ പ്രസിദ്ധീകരിച്ച ഒരു കടലാസും വായിക്കേണ്ട, ഒരു റിപ്പോർട്ടും വായിക്കേണ്ട, ഗ്രാമപഞ്ചായത്തുകളിലോ ഗ്രാമസഭകളിലോ എന്തും നടക്കുന്നു മനസ്സിലാക്കേണ്ട. അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ്. അവരെ ആകെ ബോധ്യപ്പെടുത്തിയൊരു പരിപാടിയാണ് എന്ന കാര്യവും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ നല്ല വിദഗ്ധരായതുകൊണ്ട് വിദഗ്ധമായി നുണ പറയും, കള്ളം പറയും, സർക്കാരിനെ എതിർക്കും. അത് അച്ചടിക്കാൻ പത്രങ്ങളുണ്ട്. അതേ പത്രം ഈ വിദഗ്ധരുടെ പേര് അച്ചടിച്ച് അതേ മനോരമയാണ് 2022 ഇതിൻ്റെ സർവേ ഫലം വന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് പറയുന്നതേ, സർവേ ഫലം വന്ന ശേഷം 64,006 സർവേ ഫലം വന്ന ശേഷം 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഈ ഓരോ പ്ലാനും ഗ്രാമസഭ അംഗീകരിച്ചു. അതിനുശേഷം അത് പഞ്ചായത്ത് അംഗീകരിച്ച് DPC അംഗീകരിച്ചു. DPCS അംഗീകരിച്ച് ഈ 3.5 കൊല്ലം കൊണ്ട് എക്സ്പെൻഡിച്ചറാക്കി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മുഴുവൻ പ്ലാനും മിനിഞ്ഞാ നല്ല തീർന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് കാർഡ് വായിക്കണം. ആ വായിച്ചപ്പോൾ 2022 ഈ പദ്ധതി ആരംഭിച്ചിട്ട് 2023 അവസാനം ആ ഒരു കൊല്ലം തീരുമ്പോൾ 2024 തീരുമ്പോൾ 25 തീരുമ്പോൾ എത്ര ശതമാനം ഈ പദ്ധതി പുരോഗമിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ വായിക്ക്. വിദഗ്ധന്മാരോടാണ് പറയണത്. ഇത് രഹസ്യമാണോ? കേരള സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നു, 2023 പ്രോഗ്രസ് റിപ്പോർട്ട്, 24 പ്രോഗ്രസ് റിപ്പോർട്ട്, ഇപ്പോൾ 25 പ്രോഗ്രസ് റിപ്പോർട്ടിന് വരും. ഈ 2 പ്രോഗ്രസ് റിപ്പോർട്ട് വന്നതിനകത്ത് എത്ര ശതമാനമുണ്ട്? കേരളീയം എന്ന് പറയുന്നൊരു പരിപാടി നടന്നു. ആ പരിപാടിയിൽ ഒരു രേഖ
എന്താണ് എവിടെ വരെയായി അതിദാരിദ്ര്യ വിമുക്ത പ്രവർത്തനം എന്ന് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ കേട്ടോ? നാട്ടുകാരെ കാണിച്ചല്ലേ ചെയ്തത്. പിന്നെ ഇന്നലെ കേരളപ്പിറവി ആഘോഷിച്ചു. കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ കേരളത്തിൻ്റെ മഹാനടന്മാരെ വിളിക്കാൻ പാടില്ലേ? ആഹ്ലാദികാരികത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. കേരളപ്പിറവി ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യം കൂടെ മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. യഥാർത്ഥ പ്രഖ്യാപനം നിയമസഭയിലായിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഉണ്ടാവണമായിരുന്നു. അവർക്ക് ചോദ്യം ചോദിക്കാൻ പ്രതിപക്ഷ നേതാവിന് സംവദിക്കാൻ അവസരമുണ്ടാകുമായിരുന്നു. 300 ചട്ടം പ്രകാരം മുഖ്യമന്ത്രി വിളിച്ച് പ്രഖ്യാപനം നടത്തുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിന് എന്താ പങ്ക്, എന്താ റോള്? അതെ, കൃത്യമായിട്ട് പറയാം. ബഹുമാനപ്പെട്ട അരുൺകുമാർ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ല അതിദാരിദ്ര്യമുക്തമാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങ് എവിടെയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരും. ആ ചോദ്യം ഉയരാതിരിക്കാനാണ് ഒരു സഭാ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എണീറ്റാൽ പ്രതിപക്ഷ നേതാവിനെ കേട്ടിട്ടേ സഭ തീരും. അത്രയേറെ ജനാധിപത്യമുള്ളൊരു കേരളമാണിത്. മോദിയുടെ കേരള അല്ല, അത് മണ്ടത്തരാണത്. നിങ്ങൾ മനോരമ പോലും വായിക്കാതെ എയുടെ സർവേ എന്ന് പറഞ്ഞ ആളുകൾ മണ്ടത്തരം അല്ലാണ്ട് പിന്നെ എന്താ പറയുന്നത്? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. നമുക്ക് തേടിപ്പോകാം. ഓക്കെ, താങ്ക് യു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, എൻ ശ്രീകുമാർ, ഡോക്ടർ മേരി ജോർജ്, എ കെ അനുരാജ് ചർച്ചയിൽ ചേർന്നതിന്. സർക്കാർ തേടിപ്പോവട്ടെ. അതിദരിദ്രരായ മനുഷ്യരുടെ അടുത്തേക്ക് സർക്കാർ സംവിധാനങ്ങൾ ചെല്ലുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. Debate with Dr. Arun Kumar.